നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ അങ്കിളുടെ ഒരു കാര്യം, അങ്കിളെ, നമ്മൾ ഇരിക്കുന്ന കൊമ്പ് നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ട് നമ്മൾ തന്നെ മുറിക്കുന്നു എന്ന് കരുതുക. അത് മുറിഞ്ഞ് നമ്മൾ വീഴാൻ തുടങ്ങുന്നു നമ്മള് തിരിച്ചറിയുന്നൊരു മൊമെന്റ് ഇല്ലേ, അതൊരു വല്ലാത്ത മൊമെന്റാ. അതെ, തൽക്കാലം ഈ തമാശകളൊന്നും കേട്ടു നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല. എനിക്കൊരു അർജന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. വന്നിട്ട് കേൾക്കാം ബാക്കി സാരോപദേശം. മതി, പതുക്കെ മതി. കാരണം എന്നെ മരുമകളായി സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് അങ്കിൾ സമ്മതിച്ചതായി കേട്ടു. അപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന സാരോപദേശത്തിനെല്ലാം ഒരുപാട് സമയം കിട്ടില്ലേ? അല്ല, ശരണ്യ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്നറിഞ്ഞു. അവള് പോട്ടങ്ങളെ, സാരമില്ല. പക്ഷേ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഈ ദിയ ഓടിപ്പോവില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഞാൻ അങ്ങനെ പേടിച്ചെങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്ന ഒരാളാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ പുതിയ ജനറേഷൻ അല്ലേ, എന്ത് നേരിടാൻ കരുത്തുള്ളവർ. അതാണ് നമുക്കിട്ട് പണിയാൻ നോക്കുന്ന ഒന്നിനെയും നമ്മള്, അതായത് അങ്കിൾ ഈ പറഞ്ഞ ന്യൂ ജനറേഷനെ വെറുതെ വിടില്ല. അയ്യോ അങ്കിളെ, ഞാൻ നമ്മുടെ ഓഫീസിന്റെ കാര്യം സൂചിപ്പിച്ചത്. നമ്മളെ പറ്റിച്ചൊരുത്തനില്ലേ, ഒരുത്തനോ ഒരു സംഘമോ നല്ല പണി നടത്തുന്നുണ്ടല്ലോ അവിടെ. അതിന്റെ കംപ്ലീറ്റ് ഇടപാടുകളും ഈ ദിയ പുറത്ത് കൊണ്ടുവരും. അവനെ അല്ലെങ്കിൽ അവന്മാരെ ആടവടലോ ഇല്ലാതാക്കുകയും ചെയ്യും ഈ ദിയ. അല്ല, അങ്കിളിനെ വിശ്വസിക്കാം 100%. Excuse me, sir. Yes, come in. Please take your seat. ഞാൻ മനസ്സിലായി. എന്താണാവോ ആഗമന ഉദ്ദേശം? അതെ വക്കീലെ, മുഖവരി ഇല്ലാതെ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയാം. ശരണ്യ മിസ്സിംഗ്. വാട്ട്? അതെ സ്വാമി, അവള് വീട്ടിൽ നിന്ന് മുങ്ങി. സ്വന്തം വീട്ടിൽ പോയിട്ടുമില്ല. അറിയാവുന്ന 3-4 ഫ്രണ്ട്സിന്റെ വീടുകളിലും തിരക്കി. അവൾ അവിടെ എത്തിയിട്ടില്ല. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, സ്വാമി എന്തെങ്കിലും ജോലി കൊടുത്ത് അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചതായിരിക്കുമെന്ന്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ വാസുദേവൻ? മിസ്റ്റർ വാസുദേവ്, ഞാൻ അവൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുമില്ല, എങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടുമില്ല. അപ്പൊ അവൾ എവിടെ പോയി കാണും സർ? ഇത് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത്? അല്ല സർ, അത് പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല. എടോ, തനിക്ക് തലയ്ക്ക് ഓളാണോ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അബ്സ്കോണ്ടിംഗ് ആയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഒന്ന് താളം ചോട്ടി നിൽക്കാണോ? നോൺസെൻസ്. അല്ല വക്കീലെ, കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട്. മണ്ണാൻ കട്ട. താനൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നേ? കുടുംബമഹിമയുടെയും കുമ്പളങ്ങയുടെയും പേരും പറഞ്ഞ് ഒരു മാൻ മിസ്സിംഗ് കേസ് പൂഴ്ത്തി വെക്കാൻ ശ്രമിച്ചാലേ താനൊക്കെ കുടുംബത്തോടെ പോയി ഉണ്ട തിന്നേണ്ടി വരും. മര്യാദയ്ക്ക് പോയി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. അല്ലെങ്കിൽ തന്റെ മകനോട് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ. ഞാൻ കോടതി വഴി മൂവ് ചെയ്തോളാം. ശരി. എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു കേസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ശരണ്യയുടെ കയ്യിലുണ്ട്. വീട്ടിൽ വെറുതെ ചൊറയും കുത്തിയിരിക്കുന്ന സമയത്ത് അത് അവിടെ എങ്ങാനും വച്ചിട്ടുണ്ടോ നോക്ക്. കിട്ടിയ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് നേപ്പിക്കണം. അല്ലെങ്കിൽ തനിക്കെതിരെ അടുത്ത കേസ് ഞാൻ കൊടുക്കും. ശരി, നോക്കാം. അടുക്കളയിൽ ഗ്യാസ് ലീക്കൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനൊന്നുമില്ല. ഇല്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ചെല്ല്.
ആ കംപ്ലൈന്റ് മറക്കണ്ട. ശരി. ഇതിന്റെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ശരണ്യ വല്ല കടുകയും ചെയ്ത് കാണൂ. ഇപ്പൊ അങ്ങോട്ടപ്പാ നീ താൻ തുണൈ. എന്താ ദേവ്, വല്ലാതെ ടയേർഡാണെന്ന് തോന്നുന്നു. ഞാനൊരു ചായ എടുക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. ഇതെന്തു പറ്റി? പതിവില്ലാത്തൊരു... നീ ഒറ്റ ഒരുത്തി എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഞാൻ എന്ത് ചെയ്തു ദേവി പറയുന്നത്? നീ പറഞ്ഞിട്ടില്ല ഞാൻ ആ വക്കീലിനെ പോയി കണ്ടത്. അതിനിപ്പോ എന്തു പറ്റി? വെളുക്കാൻ തെച്ചത് പാണ്ട എന്ന് പറഞ്ഞ അവസ്ഥയായി. ഇതിപ്പോ നമ്മളൊരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കുകയോ നന്ദനെ കൊണ്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാതിരിക്കുകയോ ചെയ്താ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ആ വക്കീൽ നമ്മളെ കൊടുക്കും. ദേവി ഇത് എന്തൊക്കെ ഭ്രാന്തി പറയുന്നത്? ആ പെണ്ണിറങ്ങി അവളുടെ പാട്ടിന് പോയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അവൾ വരുമ്പോ വന്നേനെ. നിന്റെ ഓഞ്ഞ ഉപദേശവും കിട്ടോണ്ട് ആ വക്കീലിന്റെ അടുത്തേക്ക് പോയത് ആകെ പ്രശ്നമായിരുന്നു. അയാളുടെ ശിക്ഷയെ കാണാനില്ലെന്നും പറഞ്ഞ് അയാൾ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താൽ നമ്മളെല്ലാരും കുടുങ്ങും. അത് മാത്രമല്ല, ഇതിപ്പോ നന്ദിത അറിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദേവ്? എന്ത് ചെയ്യാൻ? അയാൾ പറഞ്ഞ പോലെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ചെയ്ത ഇതെല്ലാവരും അറിയൂലേ? നാറ്റു കേസാവും. നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവും. പിന്നെ കുടുംബത്തിന്റെ ചീത്തപ്പേര് ഇവിടെ മനുഷ്യൻ നിലയിലക്കയത്തിലേക്ക് താന്നുകൊണ്ടിരിക്കുക. അപ്പോഴും അവിടെ കുടുംബവും സൽപ്പേരും. ശരണി എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും. അല്ലെങ്കിൽ അത് നന്ദന്റെ ലൈഫിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ ശരണ്യെ കൊണ്ട് സത്യം പറഞ്ഞ് എനിക്ക് മടുത്തു. ഇതിന് ദേവ് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. നന്ദന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. അവന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ വയറ് നിറച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഇനി അത് മൂക്കുമുട്ടയാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുക. അതിന് കറക്റ്റായിട്ടൊരു കാരണം കൈക്കിട്ടി. എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്താ ദേവ്? രോഹിണി, മേലിൽ ഒരു കാര്യത്തിന് ഇനി എനിക്ക് ഐഡിയ പറഞ്ഞു തരരുത്. കുഞ്ഞേ, ഞാനാ കുഞ്ഞെ. നേരെ ഒരുപാടായി. എഴുന്നേക്ക്, ചായ കുടിക്ക്. അമ്മ, മോള് നിലയെന്തേ? മോൾ ഇപ്പൊ സ്കൂളിലെത്തി കാണും. 9 മണിയായോ? അമ്മ എന്നെ ഇച്ചിരി നേരത്തെ വിളിക്കാൻ ഞാൻ എന്താ? പല തവണ ഞാൻ വന്ന് നോക്കിയതാ. നല്ല ഉറക്കമായിരുന്നു. രാത്രിയിലൊട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ആ ഫയലിന്റെ കാര്യത്തിൽ ഇനി എന്താ കുഞ്ഞ് ചെയ്യാ? അമ്മാവ് ഞാൻ SP വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ചായ കുടിക്കേ. SPയുടെ മിസ് കോളോ? ഹലോ. ഹലോ സർ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ഗിവ് മി ആൻ അവർ ടൈം. ഓക്കെ സർ.